നവജാത ശിശുവിനെ ക്ലോസറ്റിൽ ഉപേക്ഷിച്ചു എന്ന വാർത്ത വരികയാണ്. തിരുവനന്തപുരം SIT ആശുപത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി കുഞ്ഞിനെ പുറത്തെടുക്കുന്നു. ഇന്ദുരേഖ, എന്താണ് സംഭവിച്ചത്? നവജാത ശിശുവിനെ ക്ലോസറ്റിലേക്ക് എറിയുന്നു എന്ന് പറയുമ്പോൾ അത് ആരാണ്? ഇത്രയും സമയം കൂടി ഉണ്ടാകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആരോഗ്യസ്ഥിതി സംബന്ധിച്ചൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇന്ദുരേഖ? പ്രജീഷ്, തിരുവനന്തപുരം SIT ആശുപത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. അല്പം മുമ്പ് ഒരു 7:30 കൂടിയിട്ടാണ് ഈ യുവതി ആശുപത്രിയിലേക്ക് എത്തുന്നത്. അതായത് ഇവർ തിരുവല്ലം സ്വദേശിനിയാണ്. ഇവർ അവിവാഹിതയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇവർ ഗർഭിണിയായിരുന്നു. ആശുപത്രിയിലേക്ക് ചികിത്സ തേടി എത്തിയതാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇടമാണ് ഇവിടുത്തെ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ വെയിറ്റിംഗ് ഏരിയയിൽ ആദ്യം അവർ വന്ന് ചീട്ടെടുത്ത് ഒന്ന് കാത്തിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇവർ മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് വാഷ്റൂമിലേക്ക് കടക്കുകയായിരുന്നു. ഇവർ അബോർഷനുള്ള മരുന്ന് കഴിച്ചിട്ടാണ് ആശുപത്രിയിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിവാഹിത ആയിരുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഗർഭിണിയായിരിക്കുന്നത് മൂലമുണ്ടാകാവുന്ന മാനക്കേട് ഭയന്നാണ് ഇത്തരമൊരു കാര്യം ചെയ്യാൻ തുനിഞ്ഞത് എന്നാണ് നിലവിൽ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് പോലീസും പറയുന്നത്. എന്തായാലും ഇവർ വാഷ്റൂമിലേക്ക് കയറുകയും അവിടെ വെച്ച് പ്രസവം നടക്കുകയാണ് ഉണ്ടായതെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാവുന്നത്. കുഞ്ഞിനെ ക്ലോസറ്റിലേക്ക് ഇടുകയായിരുന്നു. അതിനുശേഷം ഫ്ലഷ് ചെയ്തതായിട്ടാണ് മനസ്സിലാകുന്നത്. കുഞ്ഞ് അപ്പോൾ തന്നെ മരിക്കുകയുണ്ടായി. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് വിവരമറിഞ്ഞ് ഫയർഫോഴ്സിനെ വിളിക്കുകയും അവർ സ്ഥലത്തെത്തി കുഞ്ഞിനെ പുറത്തെടുക്കുകയും ചെയ്തു. കുഞ്ഞിൻ്റെ ജീവൻ അപ്പോൾ തന്നെ നഷ്ടപ്പെട്ടിരുന്നു. കാരണം നവജാത ശിശുവാണ്. ക്ലോസറ്റിലേക്ക് വീണു, വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തു. അതുപോലെ തന്നെ ഫ്ലഷ് ചെയ്തു എന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കുഞ്ഞിനെ ഫയർഫോഴ്സ് എത്തി ടാങ്ക് പൊളിച്ചാണ് പുറത്തെടുത്തത്. ഈ യുവതിയും ഇപ്പോൾ ഈ ആശുപത്രിയിൽ തന്നെയുണ്ട്. ഇവരുടെ ആരോഗ്യനിലയെക്കുറിച്ച് നിലവിൽ ഒരു വ്യക്തത ലഭിക്കുന്നില്ല. കാരണം കൂടുതൽ ഡീറ്റെയിൽസ്, ആരാണ് ഈ യുവതി, അല്ലെങ്കിൽ ഇവരുടെ കൃത്യപ്രായം എത്ര, ഏകദേശം 20 വയസ്സിനടുത്ത് പ്രായമെന്നാണ് ഇവിടെ നമ്മൾ സിസ്റ്റർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ മനസ്സിലാകുന്നത്. എങ്ങനെയാണ് അവർ ആശുപത്രിയിലേക്ക് എത്തുന്നത്? അങ്ങനെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ലഭ്യമാണോ? കൂടെയുള്ളവരെ കുറിച്ച് കൃത്യമായ ഒരു വിവരമില്ല. പക്ഷേ നഴ്സുമാർ പറയുന്നത് മറ്റാരെയും കൂടെ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ആരെയും കണ്ടില്ല. അങ്ങനെ നിലവിൽ ഇപ്പോൾ അത് കഴിഞ്ഞ് യുവതിയുടെ കൂടെ ആരെങ്കിലും വന്നോ എന്നിവർ ഒരു അന്വേഷണം നടത്തിയപ്പോൾ ആരെയും കൂടെ കണ്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് ഒരു അക്കാര്യത്തിലൊരു സംശയം ഇനിയും ബാക്കി നിൽക്കുകയാണ്. ഗർഭിണിയായവർ തനിച്ചാണോ ആശുപത്രിയിലേക്ക് എത്തിയത്, മറ്റാരും ഇല്ലയോ, അല്ലെങ്കിൽ ഇത്തരമൊരു സംഭവം നടന്നതിന് ശേഷം യുവതിയെ ഇവിടെ ഉപേക്ഷിച്ച് അവർ കടന്നു കളഞ്ഞതാണോ എന്ന തരത്തിലുള്ള സംശയങ്ങളൊക്കെ ബാക്കി നിൽക്കുകയാണ്. ഇപ്പോൾ പ്രാഥമികമായി നമ്മളൊരു അല്പം മുമ്പാണ് ഇത്തരം വാർത്ത അറിഞ്ഞ മാധ്യമങ്ങളടക്കം എല്ലാവരും ഇവിടേക്ക് ഓടിയെത്തുന്നത്. അപ്പോൾ നിലവിൽ ഇവിടെ നിന്ന് ലഭിച്ച പ്രാഥമിക വിവരങ്ങൾ മാത്രമാണിത്. ഇതിനെക്കുറിച്ച് കൃത്യമായി ഒരു മറുപടി ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ ദൃക്സാക്ഷികളെ ഒന്നും തന്നെ നിലവിൽ നമുക്ക് ലഭ്യമായിട്ടില്ല. പോലീസായാലും അതുപോലെ തന്നെ ആശുപത്രി അധികൃതരായാലും നിലവിൽ ഈ വിഷയത്തെക്കുറിച്ച് ഔദ്യോഗികമായി സംസാരിച്ചിട്ടില്ല. എന്തായാലും ഈ പറയുന്ന യുവതി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. ഇവരുടെ ആരോഗ്യസ്ഥിതി നിലവിൽ എന്താണ് എന്നതിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ളൊരു വ്യക്തതയില്ല. എന്തായാലും ഇന്ന് 7:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. 7:30 ആശുപത്രി എന്ന് പറയുമ്പോൾ ശേഷമാണ് തിരക്കുള്ള ഒരു ആശുപത്രിയാണ്, ഒരുപാട് തിരക്കുള്ള ആശുപത്രിയാണ്. ഒരുപാട് പേർ ചികിത്സയ്ക്കായി എത്തുന്നത് പ്രസവമായിട്ട് ബന്ധപ്പെട്ട്, അല്ലാതെ കുഞ്ഞുങ്ങളുടെ അസുഖമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു തിരക്കേറിയ ഒരു ആശുപത്രിയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? മറ്റ് സെക്യൂരിറ്റി സംവിധാനങ്ങളുണ്ട്. ആശുപത്രിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പേർ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് കാണാതെ പോയി എന്നുള്ളതാണ്. അത് തന്നെയാണ് പ്രജീഷ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടല്ലോ, ഇത് സ്ത്രീകളുടെ കാത്തിരിപ്പ് സ്ഥലമാണ്. അവിടെ ഇപ്പോൾ രാത്രി ഏറെ വൈകിട്ടും അവിടെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ അവിടെ കിടന്നുറങ്ങുന്ന സ്ത്രീകൾ വരെയുണ്ട്. ഇവരോടൊപ്പമായിരുന്നു ഈ യുവതിയും ഉണ്ടായിരുന്നത് ഒരു 7:30 ശേഷം. പക്ഷെ അതിനുശേഷം വളരെ സ്വാഭാവികമെന്നോണം ടോയ്ലറ്റിലേക്ക് പോവുകയും അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി തിരിച്ചതുപോലെ ഒന്നും സംഭവിക്കാത്തതുപോലെ പുറത്തേക്ക് യുവതി ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നതായും കുഞ്ഞ് ക്ലോസറ്റിൽ ഇതുപോലെ വീണതായും മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിന്റെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ടാങ്ക് പൊളിച്ചാണ് കുഞ്ഞിനെ പുറത്തെടുത്തത്. അതിനർത്ഥം കുഞ്ഞ് വീണിട്ട് കുറച്ച് സമയമായിരുന്നു, അതിനുള്ളിലേക്ക് കുഞ്ഞ് താഴ്ന്നു പോയിരുന്നു എന്ന് തന്നെയാണ്. പിന്നീടാണ് പെട്ടെന്ന് യുവതിയെ കണ്ടെത്തുന്നതും പിന്നീട് ഇവരുടെ ആശുപത്രിയുടെ നിരീക്ഷണത്തിൽ വെക്കുകയും ചെയ്തത്. കുഞ്ഞെന്തായാലും ആ സമയത്ത് തന്നെ അതിൻ്റെ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. കാരണം എന്തിനാണ്
തന്നെയാണ് ഇത്തരം ഒരു കാര്യം ചെയ്തത്. അവിവാഹിതയാണ് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാകുന്നത്. അത് മൂലമുണ്ടാകാവുന്ന നാണക്കേട് ഭയന്നാണോ ഇത്തരം ഒരു ക്രൂരകൃത്യം ചെയ്യാൻ ഈ യുവതിയെ പ്രേരിപ്പിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിലാണ്. കാരണം അവർ അബോർഷന്റെ മെഡിസിൻ കഴിച്ചിട്ടാണ് ആശുപത്രിയിലേക്ക് എത്തിയത് എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ആ മെഡിസിൻ കഴിച്ചത് മൂലമാണോ ഇത്തരം ഒരു സംഭവം നടന്നത്, അല്ലെങ്കിൽ പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞ് ഇത്തരത്തിൽ വാഷ്റൂമിൽ ശുചിമുറിയിൽ പോയപ്പോഴത്തേക്കും പ്രസവം നടന്നതാണോ എന്ന തരത്തിലുള്ള സംശയങ്ങളൊക്കെ ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ വിശദീകരണം ഇവിടെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. വരും മെഡിക്കൽ കോളേജ് പോലീസ് ആയിരിക്കുമല്ലോ അതിന്റെ അടുത്തുള്ളത്. അപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട് വനിതാ പോലീസൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടോ? കാര്യങ്ങൾ പരിശോധന, കൂടുതൽ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ആ പോലീസിനെ കാണുന്നുണ്ട്, ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നിലവിൽ പോലീസ് സ്ഥലത്തുണ്ട്. അല്പം മുമ്പ് നമ്മളിവിടെ നിന്ന് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ തന്നെയാണ് കുഞ്ഞിത്തരത്തിൽ ദാരുണമായി മരണപ്പെട്ടു എന്നുള്ള വാർത്ത നമ്മളോട് പറയുന്നത്. ഈ പറയുന്ന യുവതിയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അവർക്കും കൃത്യമായി അറിയില്ല. എന്താണ് സംഭവിച്ചത്, അതായത് യുവതിയോട് സംസാരിക്കുവാനോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യനിലയെക്കുറിച്ച് കൃത്യമായി തുറന്നു പറയാനോ പോലീസ് നിലവിൽ തയ്യാറാകുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അവിടെയുള്ള ആശുപത്രിയിലുള്ള ആളുകൾ ആരെങ്കിലും മറ്റാരെങ്കിലും അറിവുള്ള ആരെങ്കിലും അവരുടെ പ്രതികരണം നമുക്ക് തേടാനുള്ള സാധ്യതയുണ്ടോ? നിലവിൽ ഇപ്പോൾ ഇവിടെയുള്ള ആളുകളെല്ലാം ഈ വിവരം അറിഞ്ഞ് മാധ്യമങ്ങൾ എത്തിയപ്പോൾ തന്നെ ഇവിടേക്ക് ഒത്തുകൂടിയവരാണ്. ഇവർക്ക് കൃത്യമായി അറിയില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ ഊഹാപോഹങ്ങൾ മാത്രമാണ് ഇവരും പറയുന്നത്. കൃത്യമായി ചേട്ടാ, നിങ്ങൾ ഈ സംഭവം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണോ? ഇതറിഞ്ഞു വന്ന എന്താ സംഭവിച്ചത്? ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇങ്ങനെ ക്ലോസറ്റിൽ പ്രസവിച്ചെന്ന് അറിഞ്ഞത്. അതാണ് പ്രതീക്ഷ. സംഭവം അറിഞ്ഞ് ഇവിടേക്ക് ഓടിക്കൂടിയവരാണ്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നവരല്ല ഇവരൊന്നും. പക്ഷെ ഇത്തരത്തിലൊരു സംഭവം നടന്നു എന്നറിഞ്ഞ് എന്താണെന്ന് അറിയാനായി ഓടിക്കൂടിയ ജനങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് മുഴുവനും.